അപ്പോൾ അവർ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. റോഡ് സൈഡിൽ അവിടെ അങ്ങനെ നിൽക്കാൻ റെഡിയാണ്. ഇത് ക്വാളിറ്റി നോക്കാതെയും ഇതേപോലെ ബഹളം വെക്കുന്ന ആളുകളുണ്ട്. നമുക്കതിൻ്റെ അറിയാത്തതുകൊണ്ടാണ് ആളുകൾ വീണ്ടും അതിനു വേണ്ടി കൊതിക്കാത്തത്. ഇന്നലെ CBSEൻ്റെ പേപ്പർ വാല്യുവേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു ഉച്ച സമയം ആകുമ്പോഴേക്ക് പിന്നെ ഞാൻ തിരിച്ചു പോരുകയാണ്. അപ്പം ഇന്നലെ പോകുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. ഉണ്ട് അങ്ങോട്ട് പോകുമ്പോൾ അതിശക്തമായ മഴ. കുന്ദമംഗലത്ത് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് തൊട്ടപ്പുറത്തൊരു മരമുണ്ട്. മരത്തിൻ്റെ ചോട്ടിലിങ്ങനെ നമ്മളിങ്ങനെ സൈഡൊക്കെ നോക്കുമ്പോൾ പരിചയമുള്ള ഒരാളങ്ങനെ പെട്ടെന്നിങ്ങനെ കണ്ണിലുടക്കി. പരിചയമുള്ള ഒരാൾ വണ്ടി പെട്ടെന്ന് നിർത്തി. അപ്പോഴാണ് പണ്ട് ജാമ്യയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ തസ്ലീം, സലൈക്ക് ഓർമ്മയുണ്ട് തസ്ലീം അവിടെ ഉണ്ട്. അപ്പോൾ തസ്ലീം നല്ല താടിയൊക്കെ വെച്ച് നല്ല ഉഷാറായിട്ട് ഒരുപാട് കാലമായി ഉണ്ടാവും കണ്ടിട്ട്. അപ്പോൾ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ എന്തേ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാനും തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാ ഒരുമിച്ചല്ല, ഞാൻ കഴിച്ചിറങ്ങി. അപ്പോൾ പക്ഷേ എവിടേക്ക് ഭക്ഷണം കഴിക്കും അതാ അവിടെ ഇങ്ങനെ നോക്കിയാൽ കാണുന്നില്ല. അവിടെ എങ്ങോട്ട് നോക്കിയിട്ട് അവിടെ ഇങ്ങനെ കുറേ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടോ. ഫുട്പാത്തിനോട് ചേർന്ന് തന്നെ ഒരിടുങ്ങിയൊരു വഴിയിൽ, ആ വഴിയിൽ ആളുകൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു 10-25 ആളുകൾ അവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. മക്കാനി പോലത്തെ ഒരു സ്ഥലം. അപ്പോൾ അവിടെ ഇങ്ങനെ കാത്തിരിക്കുക. അവിടേക്ക് എന്താണ് അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചോറും അതിലേക്കുള്ള മീൻ കറിയും മീൻ പൊരിച്ചതുമാണ്. പക്ഷെ അതൊരു തവണ കഴിച്ച ആളുകൾ വീണ്ടും അവിടെ വന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ പോയി അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഒരു 15-20 മിനിറ്റ് അവിടെ പുറത്ത് ഇതുപോലെ ക്യൂ നിൽക്കണം. അപ്പോൾ അവർ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. റോഡ് സൈഡിൽ അവിടെ അങ്ങനെ നിൽക്കാൻ റെഡിയാണ്. ഇത് നമ്മൾ ഗവൺമെൻറ് കൊടുക്കുന്ന എന്തെങ്കിലും സംവിധാനത്തിന് വെയിറ്റ് ചെയ്ത് പോലെ അല്ലല്ലോ. എന്നിട്ട് പോലും ഒരു വേറെ ഓപ്ഷനൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ എന്നിട്ട് അവിടെ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ദുനിയാവിലെ കാര്യം അങ്ങനെയാണ്. നമുക്ക് ഗുണം ഉണ്ടാകുമ്പോൾ നമ്മൾ സഫർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ അതേപോലെ പരലോകത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തുകൊണ്ട് പലപ്പോഴും അപ്പം അങ്ങനെ ചിന്തിച്ചെന്ന് വെച്ചാൽ കണക്ട് ചെയ്തത് പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഗുണം, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ മഹത്വം, അത് നമ്മളെ സ്വാധീനിച്ചത് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം വീണ്ടും അതിനു വേണ്ടി നമുക്കതിൻ്റെ അറിയാത്തതുകൊണ്ടാണ് ആളുകൾ വീണ്ടും അതിനു വേണ്ടി കൊതിക്കാത്തത്. പല ആളുകളും ഇപ്പം ക്വാളിറ്റി നോക്കാതെയും ഇതേപോലെ ബഹളം വെക്കുന്ന ആളുകളുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ തിരക്ക് കൂടി സമയമൊക്കെ എടുത്ത് യാത്ര ചെയ്ത് പിന്നെ ഭക്ഷണത്തിന് പോയി ഭക്ഷണത്തിനായിട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതതിൻ്റെ പേരുകൊണ്ട് പോവാം ഭക്ഷണം അത് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ അങ്ങനെ ഉണ്ടല്ലോ. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പരലോകം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പോലും ആളുകളുടെ ഹാവഭാവങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ പിന്നാലെ അവിടെ തിരക്കും. അവിടെ തിരക്കും. ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല.